തുടങ്ങി ജെ.സി. ഡാനിയലിൻ്റെ ഈ മനോഹരമായ പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ ശ്രീനാരായണ ഗുരുദേവനും അവിടെ കുമാരനാശാനും എന്താണോ സമൂഹത്തോട് പറഞ്ഞത് അതുതന്നെയാണ് 1928 ജെ.സി. ഡാനിയൽ എന്ന മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ആദ്യത്തെ സംവിധായകൻ, ആദ്യത്തെ തിരക്കഥാകൃത്ത്, അതുപോലെ തന്നെ അഭിനേതാവ്, നിർമ്മാതാവ് എന്നിങ്ങനെ ഛായാഗ്രാഹകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഈ ജെ.സി. ഡാനിയലും സമൂഹത്തോട് പറഞ്ഞത്. കാരണം 1928 വിഗതകുമാരൻ എന്ന പേരിൽ ഒരു തിരക്കഥ എഴുതുമ്പോൾ ദ ലോസ്റ്റ് ചൈൽഡ്, നഷ്ടപ്പെട്ട കുട്ടി എന്ന ആ അർത്ഥത്തിൽ ഒരു തിരക്കഥ എഴുതുമ്പോൾ ജെ.സി. ഡാനിയൽ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് ആരും കരുതിയില്ല. പക്ഷേ അന്ന് കാക്കാര് കളിച്ച് നടന്ന ഒരു പെൺകുട്ടിയെ, പി.കെ. റോസിയെ, മലയാള സിനിമയിലെ ആദ്യത്തെ നായികയാക്കിയത് ജെ.സി. ഡാനിയലാണ്. അന്ന് ജെ.സി. ഡാനിയൽ അത്തരത്തിൽ പലതും ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്, അദ്ദേഹത്തിന് കലാലയ വിദ്യാഭ്യാസം കിട്ടി. തിരുവനന്തപുരത്തെ അന്നത്തെ രാജകീയ കലാലയത്തിലാണ് പഠിച്ചത്. പല പുസ്തകങ്ങളും എടുക്കാൻ അദ്ദേഹം LMS കോമ്പൗണ്ടിൽ പോയിട്ടുണ്ട്. LMS കോമ്പൗണ്ടിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിച്ചപ്പോൾ അത് പലതും അന്വേഷിച്ചു പോകാൻ കാരണം അന്നത്തെ ഈ ഭാരതത്തിൻ്റെ ജാതി വ്യവസ്ഥയും കേരളത്തിലെ ജാതി സമ്പ്രദായങ്ങളുമൊക്കെ മിഷണറിമാർ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ട് ആ കാലഘട്ടത്തെ പ്രതിരോധിക്കാൻ തൻ്റെ തിരക്കഥയിലൂടെ എന്തായാലും ശ്രമിക്കേണ്ടതുണ്ടെന്ന് ആ ചെറുപ്പക്കാരൻ തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് നെയ്യാറ്റിൻകരയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനറ്റ് ഇവിടുത്തെ ഈ ഇടങ്ങളിൽ വസ്തുവൊക്കെയുള്ള ഒരു സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടിയാണ്. ഉണ്ടായിരുന്ന ഒരു സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടിയാണ് ഈ ജെ.സി. ഡാനിയൽ. നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കാണാം ആശുപത്രി ജംഗ്ഷൻ. അന്നത്തെ ഈ ആശുപത്രിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പോത്തിക്കിരി അന്നത്തെ ഇവിടുത്തെ ഒരു ഭിഷഗ്വരനായിരുന്നു. എന്നാൽ അഗസ്തീശ്വരം അദ്ദേഹം ജനിക്കുന്ന 1900 വിളവങ്കോട്, കൽക്കുളം, തോവാള, അഗസ്തീശ്വരം, ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ 4 താലൂക്കുകൾ കൂടി ചേരുന്നതാണ് ഈ തിരുവിതാംകൂർ. അവിടെ അദ്ദേഹത്തിന് 100 ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ്റെ ജെ.സി. ഡാനിയലിൻ്റെ ജീവിതകഥ എന്ന പുസ്തകവും വിനു എബ്രഹാമിൻ്റെ നഷ്ടനായിക എന്ന നോവലും ചേർത്തുകൊണ്ട് കമൽ എന്ന സംവിധായകൻ 2011 ഒരു സിനിമ ചിത്രീകരിച്ചു. ആ സിനിമയിൽ ഭാഷ ഒരുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ ആ സിനിമ സെല്ലുലോയിഡ് എന്നാണ്. ആ സിനിമയിൽ ലാംഗ്വേജ് കൺസൾട്ടൻ്റ് എന്ന എൻ്റെ പേര് എഴുതി കാണിക്കുന്നുണ്ട്. അതിലെ ഒരു സീൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇതാണ് ഫിലിം, സെല്ലുലോയിഡ് എന്നാണ് സായിപ്പ് പറയുന്നത്. അന്ന് ക്യാപിറ്റോളിൽ കൊണ്ടുപോയി ദാനിയൽ സിനിമ കാണിച്ചപ്പോഴും ഞാൻ ചോദിച്ചില്ലേ, ഇതിലുള്ള ആളുകൾ എങ്ങനെയാണ് അനങ്ങണത് ദാനിയലെ? ഇതാണ് ഫിലിം. ആ ഫിലിം ചുരുളുകൾ എടുത്തു വെച്ച് ജെ.സി. ഡാനിയൽ നോക്കുന്ന പ്രതിമയാണ് നെയ്യാറ്റിൻകര നഗരസഭ ഇവിടെ സ്ഥാപിച്ചത്. ആ ജെ.സി. ഡാനിയൽ 75 ആയപ്പോൾ അദ്ദേഹം ഈ തിരുവിതാംകൂറിലെ കന്യാകുമാരി ജില്ലയിൽ അഗസ്തീശ്വരത്തായി. ആ മനുഷ്യന് ഒരു പെൻഷൻ കൊടുക്കാൻ അന്നത്തെ സർക്കാർ തയ്യാറായില്ല. കാരണം ജെ.സി. ഡാനിയൽ എടുത്ത സിനിമ നിശബ്ദ ചിത്രം, അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് അഗസ്തീശ്വരമാണ്, എങ്ങനെ കൊടുക്കാൻ പറ്റും? അതാണ് സിനിമ സെല്ലുലോയിഡ് ഇറങ്ങിയപ്പോൾ വിവാദമായി. മലയാറ്റൂരും വയലാറും അന്നത്തെ സിനിമാ മന്ത്രിയും ഒക്കെ അതിൽ കഥാപാത്രമായി വന്നു. ആ ചരിത്രം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കുരിപ്പുഴയുടെ നടിയുടെ രാത്രി എന്ന കവിതയൊക്കെ പി.കെ. റോസിയും കൂടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. കാക്കാര് കളിക്ക് പോണേ തന്നെ കൂടി കിടക്കപ്പുറതിയില്ല, ഇനി സിനിമാ കളിയൊന്നും കൂടി ചെല്ലിയ നാട്ടുകാർ തലയിൽ തീ കോരി തട്ടൂലേ, പോണ്ടാന്ന് ചെല്ലിയ കേൾക്കണേ ആര്, ഒരു ചെല്ലുവരുതി വേണ്ടേ? പി.കെ. റോസിയുടെ അമ്മ സിനിമയിലെ സംഭാഷണമാണ്. അതൊക്കെ ഇവിടെ നിന്ന് പറയുമ്പോൾ അത് നെയ്യാറ്റിൻകരയുടെ ഭാഷയാണ്. അപ്പോൾ ഞാനിത് പറയുന്നത് നമ്മൾ വന്ന ഇടങ്ങൾ, ഇപ്പോൾ നെയ്യാറ്റിൻകര വാസുദേവൻ സാറിനെ നമ്മൾ കണ്ടിട്ട് വന്ന് ഇവിടെ നിൽക്കുമ്പോൾ അന്ന് ജാതി വ്യവസ്ഥ എത്രത്തോളം ഭീകരമായിരുന്നുവോ ആ ജാതി തട്ടുകളെ ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് ഒരു മനുഷ്യൻ സംഗീത രംഗത്ത് തല ഉയർത്തി നിന്നത്. അതുപോലെ എത്രയോ ഈ ജാതി മേധാവിത്വത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് നെയ്യാറ്റിൻകരയിലെ പലയിടങ്ങളിലും ചരിത്രത്തിൻ്റെ പാഠങ്ങളിൽ നമ്മൾ നവോത്ഥാനത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മഹത്തായ ആശയങ്ങൾ തിരിച്ചറിയുവാൻ പാകത്തിനുള്ള ഇടങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് പി.കെ. രാജ്മോഹൻ എന്ന നെയ്യാറ്റിൻകര നഗരപിതാവ്, കെ. ആൻസലൻ എന്ന നെയ്യാറ്റിൻകരയുടെ MLA, ശ്രീ സജീഷ് ചെറിയാൻ എന്ന സാംസ്കാരിക മന്ത്രി. നോക്കുക, നെയ്യാറ്റിൻകരയ്ക്ക് ഒരു ഓപ്പൺ തിയേറ്റർ സാംസ്കാരിക വകുപ്പ് ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഇന്ന് സിനിമയിടാമെന്ന് നേരത്തെ നഗരസഭയുടെ അധ്യക്ഷ പറഞ്ഞു. സിനിമ നെയ്യാറ്റിൻകര പശ്ചാത്തലത്തിലുള്ള സിനിമയാണെങ്കിൽ അതിടാമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് സിനിമയും കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ലല്ലോ.
അതുകൊണ്ട് തന്നെ കരിമ്പന വേണമെങ്കിൽ കൊമ്പിക്കേലുക്കും കെട്ടി പുള്ളരിഞ്ഞ പന്തുരുട്ടി ലാടം വെച്ച കാലും കൊണ്ട് ജയൻ്റെ കാള ഓടിയത് പാറശാലയിൽ ഈ തെക്കൻ പ്രദേശത്തൂടെയാണ്. സെല്ലുലോയിഡ് ഇവിടെയാണ്. അതുപോലെ തന്നെയാണ് കള്ളിച്ചെല്ലമ്മ, ജി വിവേകാനന്ദൻ തൊട്ടപ്പുറത്തെ കോളിയൂർ ജനിച്ച മനുഷ്യനാണ്. കള്ളിച്ചെല്ലമ്മയും ഒക്കെ ഇവിടെയാണ് പിറന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പാകത്തിനൊരു തിയേറ്ററും അല്ലാത്ത സിനിമകൾ പ്രദർശിപ്പിക്കാനും സാംസ്കാരിക വകുപ്പ് ഇവിടെ ഇതിനോടൊപ്പം ചേർന്ന് ചിലതും ചെയ്തിട്ടുണ്ട്. അവിടെ നിൽക്കുമ്പോൾ ജെസ്സി ഡാനിയൽ പിൽക്കാലത്ത് ഒരാളും ചവിട്ടി താഴ്ത്തിയില്ല. ഏറ്റവും മികച്ച സിനിമാ പ്രവർത്തകന് കൊടുക്കുന്ന പുരസ്കാരം ജെസ്സി ഡാനിയൽ പുരസ്കാരമായി. ഏറ്റവും മികച്ച സിനിമാ പ്രവർത്തകയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരം PK റോസി പുരസ്കാരമായി. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ വഴികളിൽ ഡാനിയൽ ഇങ്ങനെ ഫിലിം ചുരുളുകളും പിടിച്ചു നിൽക്കുമ്പോൾ മലയാളത്തിൽ കെട്ടുപോയ കാലത്തിൻ്റെ ആ എല്ലാ തിമിരത്തെയും നമ്മൾ അവിടെ തന്നെ എല്ലാ തരത്തിലും താഴ്ത്തി അല്ലേ. നവോത്ഥാനത്തിൻ്റെ വെളിച്ചം, മതസൗഹാർദ്ദത്തിൻ്റെ, അതുപോലെ തന്നെ മതേതരത്വത്തിൻ്റെ വലിയ കാഴ്ചകളാണ് ഈ ഫിലിം ചുരുളുകളിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഇത്രയും തൽക്കാലം പറയുന്നു. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം.